നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഫുട്ബോളിൽ ട്രാൻസ്ഫർ ജാലകമടയാൻ ചുരുങ്ങിയ സമയം മാത്രം ബാക്കി നിൽക്കെ എഫ്.സി. ഗോവയുടെ മിന്നും താരം പരിക്കേറ്റ് സീസണിൻ്റെ ബാക്കി ഭാഗം മുഴുവൻ നഷ്ടമാവുന്ന അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ വിക്ടർ റോഡ്രിഗസിൻ്റെ പകരക്കാരൻ എന്തേ എത്താത്തത് എന്ന ആശങ്കയിൽ നിന്ന് ആരാധകർക്ക് മുന്നിലേക്കിതാ അതിനുള്ള ഉത്തരം എത്തിയിരിക്കുന്നു. സീസണിൻ്റെ പാതിവഴിയിൽ പകരക്കാരനെ തേടുമ്പോൾ എഫ്.സി. ഗോവയുടെ പോളിസി എന്തായിരുന്നു? അതിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഇതാ പകരക്കാരനെ കണ്ടെത്തിയിരിക്കുന്നു എഫ്.സി. ഗോവൻ സംഘം. എളുപ്പം ടീമിനോട് ചേരാൻ കെൽപ്പുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മുൻ പരിചയം അല്ലെങ്കിൽ മാനലു മുമ്പ് പരിശീലിപ്പിച്ച താരം ഇങ്ങനെയൊരു താരത്തെയായിരുന്നു നോട്ടമിട്ടതെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മുൻ പരിചയവും മാനലു മാർക്കസ് ഇന്ത്യൻ ഫുട്ബോളിലും സ്പാനിഷ് ഫുട്ബോളിലും പരിശീലിപ്പിച്ച ബൊർഹ ഹെറേറയെ ഈസ്റ്റ് ബംഗാൾ എഫ്.സിയിൽ നിന്നും ലോൺ മൂവിലൂടെ സ്വന്തമാക്കുകയാണ് എഫ്.സി. ഗോവ. ഈസ്റ്റ് ബംഗാൾ എഫ്.സിക്കൊപ്പം ഇന്നലെ സൂപ്പർ കപ്പ് വിജയം ആഘോഷിച്ച ബൊർഹ ഹെറേറയെ ലോണിൽ സ്വന്തമാക്കുന്നതിനുള്ള നടപടികൾ 48 മണിക്കൂറിനകം പൂർത്തിയാവുമെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. മാനലു ഹൈദരാബാദ് എഫ്.സിയിലുള്ളപ്പോൾ സൈൻ ചെയ്ത ബൊർഹ 22 ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങളിൽ നിന്നായി 4 ഗോളുകളും 5 അസിസ്റ്റുകളും തൻ്റെ പേരിൽ കുറിച്ചിരുന്നു. മാനലു ഗോവയ്ക്കൊപ്പം ചേർന്നതോടെ വിക്ടർ റോഡ്രിഗസിനെ സൈൻ ചെയ്യുന്നത് വരെ ബോർഹയും ഉണ്ടായിരുന്നു എഫ്.സി. ഗോവയുടെ ഷോർട്ട് ലിസ്റ്റിൽ. ഈസ്റ്റ് ബംഗാൾ എഫ്.സിക്കൊപ്പം മികച്ച ഫോമിലുള്ള ബോർഹയായിരുന്നു സൂപ്പർ കപ്പ് ഫൈനലിലെ നിർണായക പെനാൽറ്റി നേടിയെടുത്തതും. എന്തായാലും മാനലോയ്ക്ക് കീഴിലേക്ക് ബോർഹ കൂടി എത്തുന്നതോടെ തോൽവിയറിയാതെ മുന്നേറുന്ന എഫ്.സി. ഗോവയുടെ മുന്നേറ്റം കിരീടം വരെ എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എഫ്.സി. ഗോവൻ ആരാധകർ ഒന്നാകെ.